ഇതാണ് നമ്മുടെ NSS കോളേജ് കേസ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കിടക്കാച്ച് സാധനം കേട്ടോ നിങ്ങൾ കാണുന്നത് കിട്ടിയിരിക്കണ കേസ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലും ഞാൻ ഇനി ഇതിന് വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് ലഭിക്കുള്ളൂ. ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗേസ് ഇന്ന് പണി മുടക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ലീവാണ്. അനുവിന് വരാൻ കഴിഞ്ഞില്ല കേസ്, അവൻ അവിടെ വർക്കിൽ പെട്ടു. നമ്മുടെ രഞ്ജു കേസ് നമ്മുടെ കൂടെ ഉണ്ട്, പിന്നെ സനൂപ് ഉണ്ട്, പിന്നെ നമ്മുടെ അനീഷ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല കഴിഞ്ഞ വീഡിയോയിൽ, നബിനുണ്ട് കേസ്. അപ്പോൾ ഇന്ന് ഞങ്ങളോട് ഇവന്മാരെല്ലാവരും പറഞ്ഞു ഞങ്ങൾ വല്ലെങ്കിൽ സ്കൂളിൻ്റെ മീൻസ് നിങ്ങളെല്ലാവരും ഞാൻ പണ്ട് പഠിച്ച സ്കൂളാണ് കേസ്. ഞാൻ ഒരു 7ാം ക്ലാസ് വരെ ഞാൻ ഈ സ്കൂളിലായിരുന്നു പഠിച്ച്. അപ്പോൾ ഞങ്ങളിന്ന് വല്ലെങ്കിൽ സ്കൂളിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉമ്മമാർ എന്നോട് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ വലിയ സ്കൂളിൻ്റെ ഫ്രണ്ടിലുണ്ട്, നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഇവിടുത്തെ ഒരു ആംബിയൻസൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചാണ് കേസ്. അല്ലെങ്കിൽ സ്കൂളിൽ മുന്നിലുള്ള. അപ്പോൾ ഇവിടെ പുതിയ ആനൻ്റെ ഒരു ശില്പമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഗ്യാസ് ഇവിടെ ഡീറ്റെയിൽസ് ഉണ്ട് നിങ്ങൾ നോക്കിക്കണ്ടേ. അപ്പോൾ രഞ്ജു സൂക്ഷ്മയോടെ നോക്കി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഉണ്ട്, നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിക്കണ്ടി. അപ്പോൾ വല്ലെങ്കിൽ സ്കൂൾ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് പുരോഗമനം എല്ലാം വന്നിട്ടുണ്ട് കേസ്. നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വിഷ്വൽസൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ വിഷ്വൽസ്. അപ്പോൾ നമ്മുടെ കൂടെ അനീഷുണ്ട്, അഭിനുണ്ട്. ഓക്കെ, ഞാൻ ഇവൻ്റെ പേര് കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് തെറ്റിച്ച് പറഞ്ഞു. ഇവൻ്റെ ഇൻസ്റ്റയിൽ നബിൻ റൊണാൾഡോ എന്ന് അടിച്ച് അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ID കിട്ടും. പിന്നെ മോനുണ്ട് യെസ്, പിന്നെ നമ്മുടെ രഞ്ജുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ച് ഇവിടുത്തെ വിഷ്വൽസൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ മെല്ലെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഓക്കെ കേസ്, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പിന്നെ ഇവിടെ ഒരുപാട് കലാവിരുദ്ധകളെല്ലാം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയുന്നതാ ഇത് കേസ്. പിന്നെ എനിക്ക് ഈ സ്കൂളായിട്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റാണ് കേസ്. അതങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് എനിക്ക് അറിയില്ല, ബട്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മുടെ മോന് ഒരു എവിടേക്കോ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അതോ ഹനുമാൻ കോയിൽ എന്തോ പറഞ്ഞു കേസ് മോനും. അപ്പോൾ അവൻ നേരെ എണ്ണ അടിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്രോൾ ഞങ്ങളങ്ങനെ അല്ലെങ്കിൽ സ്കൂളിൻ്റെ അവിടെ നിന്നൊക്കെ ഇറങ്ങി. അപ്പോൾ മോനുവിനെയൊക്കെ കണ്ടിട്ട് അവർ പറഞ്ഞ് നമുക്ക് NSS കോളേജിൻ്റെ അവിടെ ഒരു ഹനുമാൻ കോവിലുണ്ട്, അവിടെ പോയിട്ട് അവിടുത്തെ വിഷ്വൽസ് എന്താണ്, അവിടെ ഇപ്പോൾ സൂര്യൻ്റെ അസ്തമയാണ് കേസ്. അവിടെ നിന്നെങ്കിലും ടൈം ലാപ്സ് കറക്റ്റായിട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രഞ്ജു ഉണ്ടാവും കേസ്. ഓ കൃപത്ത് കേസ്, ഒരു ഹായ് കാണിക്ക്, ഹായ്. അപ്പോൾ കേസ് ഇവര് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവനെ കാണുന്നത്. എന്താ പറ്റി ശരിക്കും എന്നാ പറ്റി? അപ്പോൾ ആ ഓക്കെ കൃപത്തെ ബായ്, നാളത്തെ വ്ളോഗ് കാണട്ടാ. ചെക്കൻ വോളിബോൾ കളിച്ചാണ് വീട്ടിനോടെ പിള്ളേരുടെ ഒപ്പം. കേസ് ഭയങ്കര സീനാണ് കേട്ടാ. കമ്മല് അവന്റെ ബാക്ക് മോനെ ഉണ്ടാവും അല്ലേ, അതായിരിക്കും. അപ്പോ വോളിബോൾ കളിച്ചിട്ട് സ്മാഷ് അടിച്ചാണ്. അതായത് നമ്മള് ബോൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടിക്കുമല്ലോ, അങ്ങനെ അടിക്കുമ്പോ സ്മാഷ് അടിച്ചപ്പോ ഇവന്റെ കമ്മല് പോയിട്ട് നെറ്റിൽ കുടുങ്ങി. അങ്ങനെ കുടുങ്ങിയിട്ട് ഇവന്റെ കാത് ഇങ്ങനെ ഇത് അല്ലേ കീറി അല്ലേ ആ കേസ്. അങ്ങനെ ഇവന്റെ കാത് കീറി. അപ്പൊ അവൻ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്നതാണ്. അപ്പോൾ കമ്മലിടുന്നവരിനോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതാണ് കേസ്, നിങ്ങൾ സ്പോർട്സിൽ എന്തെങ്കിലും പോവുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് പോവുക കമ്മലിടുമ്പോൾ. അതുപോലെ തന്നെ എന്ത് കളിക്കുകയാണെങ്കിലും നമ്മൾ കമ്മലിടുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതിൻ്റെ ബാക്ക് നല്ല മൊനയുള്ള വശമായിരിക്കും, അതുകൊണ്ട് കിടക്കുമ്പോഴും എല്ലാം ശ്രദ്ധിക്കുക. അത്ര എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ എന്തായാലും അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കൂടെ കാണാം കേസ്. സോ ഇവിടെ ഇതാണ് കേസ് അവിറ്റേഴ്സ് ഹോസ്പിറ്റൽ, നിങ്ങൾ കാണുന്നുണ്ട് അതാ. അങ്ങനെ അവിടെ പോയി വഴിയൊക്കെ തെറ്റി ഞങ്ങൾ അങ്ങനെ തിരിച്ചു വന്നതാ. ഓരോരുത്തരെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തേക്ക് പോണ വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗംഗോത്രി നെന്മാറ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേസ് നമുക്ക് അമ്പലത്തേക്കുള്ള വഴി. അപ്പം ഞങ്ങൾ മെല്ലെ മെല്ലെ ആ കവാടത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇതാ വാടാ. അപ്പൊ ഗേസ് നമ്മുടെ മോന് മുണ്ടൊക്കെ കൊടുത്ത് സെറ്റായിട്ട് കലിപ്പിലിക്കൽ വരുന്നുണ്ട് ഗേസ്. അപ്പോൾ കേസ് നമ്മൾ ഈ അമ്പലത്തേക്ക് കടക്കുകയാണെങ്കിൽ നമ്മുടെ ഗംഗോത്രി സ്കൂളിൻ്റെ, അതായത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ നമ്മൾ ഇതിലൂടെയാണ് ഇങ്ങോട്ടുള്ള യാത്ര. അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് വേണം കേസ് നമുക്ക് അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ ഞങ്ങളിങ്ങനെ കയറി ഇപ്പോൾ അമ്പലത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പോണ വഴിക്ക് തന്നെ നിങ്ങൾ കാണുന്നുണ്ട് കുറേ സ്റ്റെപ്പ് ഇവിടെ എല്ലാം ഉണ്ട്, 18ാം പടി പോലെ. ആ ഗ്യാസ് 18ഒന്നുമല്ല, അതിൽ കൂടുതലുണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ല പോവാം ഗ്യാസ്. ഞാൻ നിങ്ങൾക്ക് സൺസെറ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ബട്ട് ഞങ്ങളിവിടെ എത്തുമ്പോഴേക്കും ആ സൺസെറ്റ് മറിഞ്ഞു ഗ്യാസ്. നിങ്ങൾ കാണുന്നുണ്ടത്. ഗ്യാസ് ഞങ്ങളിപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിരിക്കണം. അമ്പലം നട തുറന്നിട്ടില്ല. ഇതാണ് ഗ്യാസ് നമ്മുടെ ഈ അവിറ്റേഴ്സും, അതായത് നേതാജി കോളേജിൻ്റെ അവിടെയുള്ള അമ്പലം ഇവിടെ നടക്കണം. അവിടുത്തെ വിഷയത്തിൽ നമുക്കിപ്പോൾ എടുക്കാൻ കഴിയില്ല. അമ്പലമാണ് കേസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണുന്നുണ്ടല്ലോ കേസ്. ഞാൻ നിങ്ങൾക്ക് ഈ സൂര്യൻ അസ്തമിക്കുന്ന അടിപൊളി ടൈമിലേക്ക് എടുത്തേരം കിട്ടുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ,
ഒരു കട്ട സബ്സ്ക്രൈബറാണ്. അപ്പോൾ ഒരു ഹായ് കാണിക്കടാ. അപ്പോൾ കേസ് ഞങ്ങൾ ഇവിടെ ഞാൻ നേരത്തെ ഇവിടെ വർക്ക് ചെയ്താണ് നമ്മുടെ AKRൽ. അപ്പോൾ ഇവനൊക്കെ നമ്മുടെ എപ്പോഴും കൂടെ സംസാരിക്കാൻ എല്ലാത്തിനും ഉണ്ടാകും കേസ്. അപ്പോൾ ഞങ്ങൾ AKRൽ പോയിട്ട് അവിടെ നിന്ന് ഓരോ ഷെയ്ക്കൊക്കെ അടിച്ചിട്ട് മെല്ലെ തെറിക്കട്ടെ. അപ്പോൾ കേസ് ഞങ്ങൾ അങ്ങനെ AKRൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഓരോ ഷെയ്ക്കൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ മെല്ലെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് കേസ്. ഇവിടെ വരുന്നതിന് എനിക്ക് ഒരു പ്രത്യേക വൈബാണ്. കാരണം ഞാനിവിടെ ഓൾറെഡി ഒരു വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് കേസ്. അത് കൂടാതെ ഈ കാണുന്ന ഈ പിക്ചറൊക്കെ ഇല്ലേ, ഇതൊക്കെ നമ്മുടെ വിഘ്നേഷ് ഏട്ടൻ വർക്ക് ചെയ്തതാണ്. നിങ്ങൾക്കറിയോ, ഇത് ഞാനും ഞങ്ങളുടെ വിഘ്നേഷ് ഏട്ടനും കൂടെ വർക്ക് ചെയ്തതാണ്. അതുപോലെ ഈ കാണുന്ന ഈ എഴുത്തല്ല ഇല്ലേ കേസ്, നമ്മുടെ വിഘ്നേഷ് ഏട്ടൻ വർക്ക് ചെയ്തതാണ്. ഞാൻ എൻ്റെ വിഘ്നേഷ് ഏട്ടനെ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് അറിയൂ. അടിപൊളി കേക്കുകളാണ് കേസ് ഇവിടെ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, വിഷ്വൽസ് എല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു രക്ഷയില്ലതാ, കളർഫുള്ള് കേക്കുകളാണ് കേസ്. യെസ്, ഇവിടുത്തെ കിങ് ഓഫ് ദ മാൻ പറഞ്ഞാൽ നമ്മുടെ രമേശ് ചേട്ടനാണ്. പിന്നെ നമ്മുടെ ഓണർ രതീഷ് ചേട്ടൻ എന്തോ അങ്ങനെ. രതീഷ് ചേട്ടൻ ഒരു ഹായ് കാണിക്ക്. അപ്പോൾ ഇതൊക്കെയാണ് കേസ്. ഞാനിവിടെ ഒരു വർഷത്തോളം ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരാൻ കാരണം. പിന്നെ പിള്ളേർക്കെല്ലാം ഷെയ്ക്കൊക്കെ കൊടുക്കാന്നുള്ളൊരു മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കൂട്ടിയിട്ട് വന്ന്. അപ്പോൾ ഇതൊക്കെയാണ് കേസ്. നിങ്ങൾ നെന്മാറുള്ളവരാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാം. നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മുടെ AKRലാണ് എല്ലാവരും വരല്. അപ്പോൾ നിങ്ങൾ വരണം. ഞാൻ ഇവിടുത്തെ ഡീറ്റെയിൽസൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മുടെ ഇവിടുത്തെ കടയിലെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഇവിടുത്തെ കുറച്ച് അടിപൊളി വിഷ്വൽസ് എല്ലാം കണ്ടിട്ട് പോകാം. ഓക്കെ. പിള്ളേരുടെ ഒരു വികാരമായിരുന്നു AKR അല്ലടാ, തന്നെയായിരുന്നു. അങ്ങനെ AKR ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട് അല്ലേ. കേസ് ഞങ്ങൾ ക്ലാസ് കട്ട് ചെയ്തിട്ട് ആ സമയത്ത് ക്ലാസ്സിലൊന്നും പോയില്ല കേസ്. അനീഷ് അന്ന് മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതുപോലെ നമ്മുടെ മോനു, രഞ്ജു, അന്ന് NITC അല്ലേ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലേ. രഞ്ജു അന്ന് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്. സനൂപ് +1, അനീഷ് +1, ഞാനും അനൂപും +2. അങ്ങനെ ഗേസ് ഒരു ഹായ് കാണിക്കുന്ന പറഞ്ഞോ. ഞങ്ങൾക്ക് കുടിക്കാൻ ഷെയ്ക്ക് എന്താ, ജ്യൂസാ ഷെയ്ക്കാ? ലൈമ് മതിയില്ലേ? ലൈമ് മതി. അതെയാ. അപ്പോൾ കേസ് ഞങ്ങൾ അന്ന് പഠിക്കുമ്പോൾ തൊട്ട് ഞങ്ങൾക്കൊരു വികാരമായിരുന്നു. +1 +2 ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ മൊബൈൽ മെക്കാനിക്ക് പഠിക്കാൻ പോണത്. അങ്ങനെ ഞാൻ മൊബൈൽ മെക്കാനിക്ക് പഠിക്കാൻ പോകുമ്പോൾ തന്നെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഒരു ജോബ് നോക്കി കേസ്. അങ്ങനെയാണ് ഞങ്ങളുടെ ഇപ്പം ഈ കടൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമ്മുടെ ഒരു വിനീത് ഏട്ടനുണ്ട്, വിനീത്, അക്കു. അപ്പോൾ അക്കു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് കമ്പനി കിട്ടി. അങ്ങനെയാണ് ഞാൻ ഇവിടെ നമ്മുടെ ഒരു വിനീതേട്ടൻ്റെ കടയുണ്ടാകുമ്പോൾ ഞാൻ നമ്മുടെ രതീഷ് ഏട്ടനായിട്ട് സംസാരിക്കുന്നത്, AKRൻ്റെ ഓണർ. അപ്പോൾ ആളായിട്ട് സംസാരിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഈ പാർട്ട് ടൈം ആയിട്ട് കയറിക്ക് കുഴപ്പമില്ല. അങ്ങനെ എൻ്റെ മൊബൈൽ ടെക്നീഷ്യൻ പഠിത്തവും എൻ്റെ ഈ വർക്കും ഞാൻ ഒരു വർഷത്തോളം എൻ്റെ പഠിത്തവും വർക്കും കൂടെ ഞാൻ ഈ ഒരു ലൈഫായിരുന്നു. ഒരു ഹായ് കാണിക്കും മനുഷ്യ. ഹായ്. ഗ്യാസ് വർക്ക് ചെയ്യണ തിരക്കിലാണ് നമ്മുടെ വിഘ്നേഷ് ഏട്ടൻ. അപ്പോൾ ഞങ്ങൾ 5 പേരുണ്ട്. 5 പേർക്കുള്ള ലൈം എടുത്തോണ്ടിരിക്കണം. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ എന്തെങ്കിലും പോയിട്ട് സെലക്ട് ചെയ്യട്ടെ കേസ്. എന്നാ നമ്മുടെ ലൈവിനെ കുറിച്ച് അഭിപ്രായം എന്നാ ഗ്യാസ്? വിഘ്നേഷ് ഏട്ടാ അടിപൊളിയായി അടിച്ച നാളത്. വിഘ്നേഷ് ഏട്ടാ ഗ്യാസ് വിഘ്നേഷ് ഏട്ടാ ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞത്, അതുകൊണ്ട് മെയിൻ. അപ്പോൾ കേസ് ഞങ്ങൾ അങ്ങനെ AKRന്ന് യാത്ര പറയുന്നത് നമ്മുടെ രേഷനോട് ഉണ്ട്. ബൈ ബൈ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അടിയിലിടാം. നിങ്ങൾ എന്തായാലും കേക്കൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഓർഡർ ചെയ്യുക. നമ്മുടെ രേഷനെ വിളിച്ചാൽ മതി. നമ്പർക്ക് വിളിച്ചാൽ 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കേക്ക് കിട്ടും. അപ്പോൾ ഞങ്ങൾ മെല്ലെ പറഞ്ഞ യാത്ര പറയണം കേസ്. ബൈ. നമ്മളിപ്പോൾ വല്ലങ്ങി വാനമ്പാടിയിൽ കയറിയിരിക്കണം. ഇവിടെ നമ്മുടെ മോനുവിന് പ്രാവ് നല്ലതുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കേസ് നമ്മളിവിടെ വന്നിരിക്കുകയാണ്.
കേസ് ഇവിടെ കിടുക്കാച്ചി പ്രാവുകളുണ്ട്, നിങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ, ഒരു രക്ഷയില്ലതാ. കള്ള തിരുമാലികള് കേസ് ഇഷ്ടം പോലെ. ഇവിടെ ഒരുപാട് പ്രാവുകളുണ്ട് ഇതാ, ഇഷ്ടം പോലെ കോഴികളുണ്ട്, പ്രാവുകളുണ്ട്, അതുപോലെ നമ്മുടെ ലവ് ബേർഡ്സുകളുണ്ട്. അടിപൊളി സാധനങ്ങളെല്ലാം ഉണ്ട് കേസ്. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ വന്ന് നോക്കുക. പിന്നെ ഇതിന്റെ ഏറ്റവും ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, പ്രാവിന് നല്ല കൂളിംഗ് ആണ്. അതുകൊണ്ട് ഇവിടെ ഈ കൂളറൊക്കെ വെച്ച് പ്രാവിന് നല്ല കൂളിംഗ് സിസ്റ്റത്തിലൂടെയൊക്കെയാണ് ഇവര് സംരക്ഷിക്കുന്നത്. അതൊരു നല്ലൊരു ബെനിഫിറ്റ് ആണ് ഗ്യാസ്. എന്റെ കയ്യിൽ കുത്തടി. ഹലോ ഹലോ ഗ്യാസ്, ആൾക്കൊരു മെയിൻ്റ് ഇല്ല ഗ്യാസ്, പേടിക്കുന്നു ഗ്യാസ് ഞാൻ കൈയിടുമ്പോ. ഹലോ കിട്ടിയിരിക്കണ ഗ്യാസ്. ഗ്യാസ് ഇത് ഒതുങ്ങിയിരിക്കുന്നില്ല, നേരെ പിടിക്കേ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. യെസ്, ഒരു രക്ഷയില്ലട്ടോ. ആള് ഭയങ്കര സൈലന്റ് ആണ്. ആൾക്ക് ചെറിയൊരു പേടി ഉണ്ടെന്നുണ്ടോ, പക്ഷെ ആള് ഭയങ്കര ക്യൂട്ടാണ് യെസ്. യെസ്, ഒരു രക്ഷയില്ലട്ടോ. അങ്ങനെ പിടിക്കുമ്പോ തന്നെ വല്ലാത്തൊരു ഫീല് കേസ്. അത് എനിക്ക് എങ്ങനെയാ പറഞ്ഞു തരാന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ട് കേസ്. ഞാൻ എന്തായാലും ഇവിടുത്തെ ഒരു കോൺടാക്ട് നമ്പർ ഞാൻ തീർച്ചയായിട്ടും കൊടുക്കാം. നമ്മുടെ ഓണർ അവിടെ നിന്ന് നമ്മളെ നോക്കുന്നുണ്ട്. അപ്പൊ കോൺടാക്ട് ഞാൻ ചോദിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിലൊക്കെ തീർച്ചയായിട്ടും വിളിക്കുക. ആളിനോട് ചോദിച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. ഇപ്പൊ ഇതൊക്കെയാണ് കേസ് ഇവിടുത്തെ കാഴ്ചകൾ. കേസ് ഇവിടെ ഒരു കിടക്കാച്ച് സാധനം കേട്ടാ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതാ ഒരു രക്ഷയില്ല. ഇതിന്റെ പേരെന്നാ പറഞ്ഞ് കേസ്? ഇതിന്റെ ജയന്തി ഗൗരവ് എന്നാണ് ഇതിന്റെ പേര് കേസ്. സംഭവം ഇവിടെ ഉള്ളതിൽ അത്യാവശ്യം ഏറ്റവും വലിയ സാധനം ഇതാണല്ലേ കേസ്. ഇവിടെ ഉള്ളതിലെ ഏറ്റവും അത്യാവശ്യം വലിയ സാധനം ഇതാണ് കേസ്. ജയന്തി ഗൗരവ് എന്നാണ് അതിന്റെ പേര്. ഇതെന്നാ ഓ കേസ്, നമ്മുടെ കൈ ഇങ്ങനെ ആവുന്നതിനനുസരിച്ചിട്ട് അത് നമ്മുടെ കൈനെ ഫോക്കസ് ചെയ്യണം കേസ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒരു രക്ഷയില്ലടാ. ഓ കേസ്, ഇതാ വായെല്ലാം പൊളിക്കണേ. ഓ കേസ്, എന്റെ കൈനെ കടിച്ച് തിന്നാനുള്ള അതിന്റെ ഒരു ആകാംക്ഷ. അപ്പൊ കേസ്, ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്തായാലും ഞാൻ ഇനി ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം കേസ്. ബൈ. ഒരു ബായ് കൊടുക്കണേ. ഞാൻ ഫോട്ടോ എടുത്തു.